அனைவருக்கும் வணக்கம். இந்த வீடியோவில் தீபாவளி பற்றி தான் சொல்லப் போகிறேன். ஸ்ரீகிருஷ்ண பகவானும் லக்ஷ்மி தேவியும் ஒருபோல கடாட்சம் தரும் தினம்தான் தீபாவளி. பகவான் கிருஷ்ண நரகாசுரனை வதிச்சது உலகத்துக்கு சமாதானம் வருத்திய திவசம் ஆயிட்டான் தீபாவளி கொண்டாடப்படுகிறது. அதற்கு பாகம் ஆயிட்டான் நாம் பொட்டாசு வெடிச்சு மதுரம் சாப்பிட்டு கொண்டாடுறோம். அதர்மகளின் നാശം എത്ര ആവശ്യം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുகிறது. നാളെ ഒക്ടോബർ 20 தான் தீபாவளி. இந்த நாளில் வீடு தீபங்களால் அலங்கரிக்கிறது ஐஸ்வர்யம் நிறைச்சி வைக்கும், சந்தோஷமும் சந்திருப்தியும் உலகத்துக்கு கொடுக்கும் தினம். இனி விரதம் பற்றி சொல்ல போகிறேன். തലേനാൾ താൻ വ്രതം ആരംഭിക്കണം. മത്സ്യ മാംസാദികൾ ത്യജിച്ചു ഒരു നേരം மற்றும் അരിയാഹാരം സാപ്പിടலாம். ഉപവാസം എടുക്കാൻ സാധിക്കുമ്പോൾ ചെയ്യാലും, ഇല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ மற்றும் സാപ്പിടலாம். പിറ്റേനാൾ കാലയിൽ തീർത്ഥം സേവിച്ച് വ്രതം മുടിക്കണം. പക്ഷേ അധിക പേരും അന്തനാളിൽ ആഘോഷിച്ചു സാപ്പാട് ചെയ്ത് മധുരങ്ങൾ വിതരണം ചെയ്യും. ബ്രഹ്മമുഹൂർത്തത്തിൽ താൻ എഴുந்து എണ്ണ തടിച്ച് കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കണം. വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കണം. കോവിലേക്ക് പോകുന്നതും നല്ലത്. വീട്ടിൽ തന്നെ തുളസി തറയിൽ നിലവിളക്ക് കത്തിച്ച് 21 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്താൽ നല്ലത്. ലക്ഷ്മി കടാക്ഷத்துக்கு ரொம்ப நல்லது. വീട്ടിൽ ചിരാതിൽ വിളക്ക് കത്തിക്കണം. ஒவ்வொரு ஆവശ്யத்துக்கும் തീർந்த വിളക്ക് தான். ഇഷ്ടകാര്യത്ത് നടக்கிறதுக்கு 336 தீபம், തൊഴിൽ கிடைக்கிறதுக்கு 224 தீபம். அப்படி ഓം ക്ലീം കൃഷ്ണായ നമ മന്ത്രം 108 പ്രാവശ്യം ജപിച്ച് കൃഷ്ണപൂജ ചെയ്യാൽ ഐശ്വര്യத்துக்கு നല്ലത്. കൂടെ പാപം പോകുന്നதுக்கு വിഷ്ണു ഗായത്രി മന്ദിരം ரொம்ப നല്ലത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. இந்த വിഷ്ണു ഗായത്രി മന്ദിരം 2 നേരം 28 പ്രാവശ്യം ജപിക്കാൽ മനസ്സിക്ക് സന്തോഷവും പാപ ശമനവും വന്നിടും. അന്തനാളിൽ ദാനം കൊടുക്കലും നല്ലത്. അരിസി കൊടുത്താൽ ജന്മദോഷം തീരും. ശർക്കര കൊടുത്താൽ രോഗശാന്തിയും, വസ്ത്രം കൊടുത്താൽ സമൃദ്ധിയും, പായസം കൊടുത്താൽ മനഃശാന്തിയും കിടക്കും. ദീപാവലി ചെയ്യുന്ന നാൾ കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പെരും ഗുണമുണ്ട്. ഭഗവാനും ലക്ഷ്മി ദേവിയും അനുഗ്രഹം കൊടുക്കും. എല്ലാവർക്കും ഇനിയ ദീപാവലി വാഴ്ത്തുക്കൾ. നന്ദി, വണക്കം.